എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്. ഈ മീൻ ഞാനിവിടെ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുടംപുളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു 5 പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. ഈ കുടംപുളി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 15 മിനിറ്റെങ്കിലും വെള്ളത്തിൽ ഇട്ടിട്ട് സോക്ക് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 വലിയ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. ഇഞ്ചി ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ അല്ലിയായിട്ട് ഇങ്ങനെ വിടർത്തിയിടണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കണം മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഈ മുളക് പൊടിയാകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടുകയും ചെയ്യും, എരിവ് വളരെ കുറവാവുകയും ചെയ്യും. ഈ കറിക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി മിക്സ് ചെയ്യാം. പിന്നെ ഞാനിവിടെ 2 നുള്ള് ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയും വേണം. അപ്പം നമുക്ക് നോക്കാം ഇനി കറിയാക്കാന്ന്. ഇനി നമുക്ക് കറി വയ്ക്കാൻ പോണതിന് മുമ്പ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അങ്ങനെ എല്ലാ മസാലപ്പൊടികളും കൂടിയിട്ട് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ കറിയിൽ നമ്മൾ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മസാലപ്പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവില്ല. അപ്പോൾ മസാലപ്പൊടികളെല്ലാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൺചട്ടി വെച്ചിട്ടൊന്ന് ചൂടാക്കാം. നമ്മുടെ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 നുള്ള ഉലുവ ചേർക്കാം. ഉലുവ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൊരിയണം. നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിടാം. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മസാലപ്പൊടികൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് മൺചട്ടി ആയതുകൊണ്ട് ചൂട് നന്നായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ മൺചട്ടിയുടെ ചൂട് നല്ല കറക്റ്റ് പാകമായിട്ട് വരും. അല്ലെങ്കിൽ നമ്മൾ മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇട്ട വഴിക്ക് തന്നെ മസാലപ്പൊടികൾ കരിഞ്ഞു പോകും. അങ്ങനെ മസാലപ്പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ചെറുതായിട്ടൊരു കയ്പ്പ് രസവും വരും. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണം മസാലപ്പൊടികൾ ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലപ്പൊടികളും ഈ എണ്ണയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. നമ്മൾ കുടംപുളി ഇട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കറിക്ക് കയ്പ്പ് രസം വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ചെറുതായിട്ടൊരു കയ്പ്പ് രസം വരും. പിന്നെ കുടംപുളി നമ്മൾ നന്നായിട്ട് കഴുകിയില്ലെങ്കിലും നമ്മുടെ കറിക്ക് ചെറുതായിട്ട് കയ്പ്പ് രസം വരും. ഈ മസാലപ്പൊടികളെല്ലാവരും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മീൻ വേവാൻ ആവശ്യത്തിന് വെള്ളവും കുടംപുളിയും ചേർക്കാം. ഏറ്റവും ആദ്യം കുടംപുളി ചേർക്കാം. ആ കുടംപുളി സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളം കൂടിയും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്താൽ മതി. കുറച്ചുകൂടി വെള്ളം ചേർത്ത് വെള്ളം മീനിൻ്റെ മുകളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കണം. അത്രയ്ക്ക് വെള്ളം ആവശ്യമുള്ളൂ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ കറി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മൂടി വയ്ക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർക്കാം. ഈ കറിയിലേക്ക് നമ്മൾ ആ വെള്ളം നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതേപോലെ മീൻ മുങ്ങി കിടക്കാൻ ആവശ്യത്തിന് വെള്ളം മാത്രം മതി. ഒരുപാട് വെള്ളം ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് കറി വേവിക്കാം. ഇത് നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് കഴിയുമ്പോൾ ഈ ചട്ടി എടുത്തിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം.
ഇപ്പം കറി ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി ചട്ടി എടുത്തിട്ട് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിടാം. നമുക്ക് തീ കൂട്ടി വയ്ക്കാം. മൂടി വയ്ക്കാം. ഇപ്പം ഈ കറിയിലെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിക്ക് ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഈ നമ്മുടെ കറിയിൽ നമുക്ക് ഗ്രേവി കൂടുതൽ പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ കറി ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തുറന്ന് വെച്ചിട്ട് നമുക്ക് ഈ കറി നമുക്ക് തിളപ്പിക്കണം. എന്നിട്ട് നമ്മുടെ കറിക്ക് നമുക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഈ കറിയിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇലയും ചേർക്കാം. നമുക്ക് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഈ കറി നമുക്കൊന്ന് തുറക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ വെളിച്ചെണ്ണയുടെയൊക്കെ നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് നമ്മുടെ കറിക്ക്.